എപ്പിസോഡിന്റെ പൈസ ഒരു 8 എപ്പിസോഡ് കൊണ്ട് പക്ഷെ കണ്ടന്റ് എല്ലാം നൈസാണ്, എല്ലാം നല്ല റിച്ച് ഫ്രീ കണ്ടന്റ് വെച്ചാ പക്ഷെ കയ്യിൽ പൈസ ഇല്ലാന്ന് പോകും. എങ്ങനെ പൈസ ഇല്ലാതിരിക്കും? എന്തോരം ലൈറ്റുകളാ. ആ DOP എടുത്തരണ്ടല്ലോ, അവന് മേളിൽ വേണം ലൈറ്റ്, താഴെ വേണം ലൈറ്റ്, കാലിന്റെ ഇടയിൽ വേണം ലൈറ്റ്. പറയണ്ട, പടത്തിന് ആവശ്യമില്ലാത്ത ഒരു ഷോട്ട് പോലും ഇല്ല. എടുത്തത് മൊത്തം സ്ക്രീനിൽ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടോ? എന്റെ സീനൊന്നും കട്ട് ചെയ്യാൻ പോണില്ല. കഥയിൽ എല്ലാ വഴുത്തിലും എന്റെ ക്യാരക്ടർ കാണല്ല. ഏത് നിന്റെ ക്യാരക്ടർ ഇപ്പൊ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യാതൊരു വ്യത്യാസം അവിടെ വരാൻ പോണില്ലേ? എനർജി കുറച്ചുകൂടി കൂട്ടിയാലോ? എനർജി കൂട്ടി ഓവർ ആക്ടിങ് ആന്ന് പറഞ്ഞു. പതിവ് പോലെ എന്റെ അഭിനയം വളരെ മികച്ചതായിരുന്നു. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് നിനക്കാ റോൾ കിട്ടിയത്, എനിക്ക് കിട്ടേണ്ട റോള്. ഇവിടെ എനിക്കൊരു സജഷൻ പറയാനുണ്ട്. നീ ആരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ക്യാരക്ടർ ഇൻട്രോ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ കാണുന്നവരൊക്കെ ചാർജ് ആവണം. കറക്റ്റ്, അല്ലെങ്കിൽ ആൾക്കാർ സ്കിപ്പ് അടിക്കും. അതാണ്. പിന്നെ നമ്മള് ഇൻക്ലൂഡ് ചെയ്ത ഈ ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായാൽ മതിയായിരുന്നു. കേട്ടാ കേട്ടാ കഴിഞ്ഞ ദിവസത്തെ ആ പ്രോമോ ഷാനു പറഞ്ഞപ്പോ ഏത് ഫഹദ് ഫാസിലാ? നിനക്ക് ഈടായിട്ട് ഉറക്കമൊന്നും കൂടെ ശരിയാവണില്ലല്ലേ? ശ്രദ്ധിക്കണില്ല നിങ്ങള്. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അല്ലേ പിന്നെ അർജുന് നമ്മളെ കട്ട് കാണിച്ചാൽ എന്താണ് പ്രശ്നം? അത് ശരിയാ. എടാ എനിക്കൊരു സജഷൻ പറയാനുണ്ട്. നമുക്കേ പൃഥ്വിരാജിനോട് വിളിച്ചൊരു ക്യാമിയോ പിക്ചർ പിന്നെ ഞാനിപ്പോ പൈസ എടുക്കാൻ പറഞ്ഞു, നമുക്ക് നാളെ വിളിക്കാം. മറ്റന്നാളെ എന്താണ് ഒരു ഓറഞ്ചിലോട്ട് നടന്നു വരുന്നത്? എന്താണിത്? ഒരു ഫ്ലാറ്റ് ലുക്ക്, 2 ലൈറ്റ് അടി ഡെപ്തൊക്കെ വന്നല്ലോ. നമുക്ക് ലൈറ്റ് ഒക്കെ പിന്നെ അടിയാ. ഈ ഫോട്ടോ ഫുഡാണോ? ഒരു 5 ബീഫ് പറയാം. തൊട്ടാലും പൈസ ആണല്ലോ. ഒന്നോ നമ്മൾ ഫ്ലാറ്റാണ്, സ്ക്രീൻ സ്പേസ് കുറവാണ്. അവര് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണേ. ഡിസിഷൻ എടുത്ത് കാണുമായിരിക്കും. റിയലിസ്റ്റിക് ആക്കണം. മെത്തേഡ് ആക്ടിങ് ട്രൈ ചെയ്തല്ല. ആക്ടിങ് ട്രൈ ചെയ്യും. എന്നാ പറ, നമ്മളാരാ ബെസ്റ്റ് ആക്ടർ? എക്സ്പ്രഷൻ വഹിക്കണ്ട. രക്ഷപ്പെട്ടില്ലെങ്കിൽ നിന്റെ കാര്യം ഭയങ്കര. എനിക്കൊരു ടെൻഷൻ. ഇതൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ആണല്ലോ. ഇറങ്ങി കഴിയുമ്പോ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ ഒക്കെ റെസ്പോൺസ്? എന്റെ കാര്യം പിന്നെ സേഫ് ആണല്ലേ? അതിന് നിനക്ക് ഡയലോഗ് ഒന്നും ഇല്ലല്ലോ. എന്റെ ചിരിക്കുന്ന സീനുണ്ടല്ലോ. എന്റെ ഒരു റൊമാൻറ്റിക് സീൻ ഉണ്ട്. എന്റെ പിസ കഴിക്കണ ഒരു സീൻ ഉണ്ടല്ലോ, എന്താ നാച്ചുറൽ അല്ലേ? എന്റെ പിന്നെ അതെല്ലാം കട്ട് ചെയ്യും. അത് നന്നായി. സത്യം, അതൊക്കെ കളഞ്ഞപ്പോഴ സാധനം മെന വെച്ചത്. ഇന്നത്തെ നമ്മൾ ഇൻസൾട്ട് ചെയ്യോ? ഇൻസൾട്ട് അല്ലേ സിദ്ധു? ഏറ്റവും വലിയ നിങ്ങളിപ്പോ ആരും കളി വിളിച്ച ശരിയാണല്ലോ. എന്താ ഇതാണോ ഡയലോഗ് പിടിച്ച? അതൊക്കെ 2 തവണ കഴിഞ്ഞ്. ഏത് 50 പേജുള്ള ഡയലോഗാ? ഡയലോഗിന്റെ പ്രശ്നമല്ല, വരുന്നു. എന്താണ് ഞങ്ങൾ ഒഴിവാക്കിയൊരു ചർച്ചയൊക്കെ? ഒഴിവാക്കണമെങ്കിൽ മനസ്സിലാക്കാത്ത രീതിയിൽ ഒഴിവാക്കിക്കൂടെ? ഒഴിവാക്കലായി ഈ ജസ്റ്റ് ഡിസ്കഷൻ അത്രേ ഉള്ളൂ. എല്ലാം അറിയാ, ഓവറാക്കരുത്, നാച്ചുറൽ ആവണം. എല്ലാം കേട്ട് എന്താടാ നിങ്ങൾ എന്താ വിചാരിക്കണം? ഞങ്ങളുടെ ബഡ്ജറ്റ് വരെ സംസാരിക്കണം. വളരെ റീലൊക്കെ ഇറങ്ങിയ ശേഷം നമ്മളെ ചർച്ചയുണ്ട്. ഒരു ചായ വിളിച്ചു. നിങ്ങളല്ലേ ഇൻസ്റ്റയില് റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര്? ഞാൻ ടീച്ചർ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് നല്ല സീരിയസ് ആയിരുന്നല്ലോ. ഇവരൊക്കെയാണോ അഭിനയിക്കുന്നത്?